നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ചെറിയൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം. ഓപ്ഷൻസ്: തോറിയം, സിഷിയം, യുറേനിയം, പാളോണിയം. ശരി ഉത്തരം തോറിയമാണ്. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് തോറിയം. അടുത്ത ക്വസ്റ്റ്യൻ: ഇവയിൽ ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: തലച്ചോറ്, ഹൃദയം, ആമാശയം, വൃക്ക. ശരി ഉത്തരം വൃക്കയാണ്. വൃക്ക ഒരു വിസർജന അവയവമാണ്. അടുത്ത ചോദ്യം: ലോകസഭയിലെ അംഗസംഖ്യ 525 നിന്ന് 545 ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ്: 44-ാം ഭേദഗതി, 42-ാം ഭേദഗതി, 31-ാം ഭേദഗതി. ഇവയൊന്നുമല്ല. ശരി ഉത്തരം 31-ാം ഭേദഗതിയാണ്. ലോകസഭയിലെ അംഗസംഖ്യ 525 നിന്ന് 545 ആക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 31-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ: അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം സ്ഥിതി ചെയ്യുന്ന കെയ്റോ ഏത് രാജ്യത്താണ്? ഓപ്ഷൻസ്: കാനഡ, റഷ്യ, അമേരിക്ക, ഓസ്ട്രേലിയ. ശരി ഉത്തരം അമേരിക്കയാണ്. അമേരിക്കയിലാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ലോകത്തെ ഏറ്റവും പഴക്കമേറിയ വനം സ്ഥിതി ചെയ്യുന്ന കെയ്റോ. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്കായ മരക്കുന്നം ഏതു വന്യജീവി സങ്കേതത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ്: ചിമ്മിനി, നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. ശരി ഉത്തരം നെയ്യാറാണ്. നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്കായ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: ചെന്നൈ, വിശാഖപട്ടണം, മുംബൈ, ഗോവ. ശരി ഉത്തരം മുംബൈയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മുംബൈയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 1927 ബ്രസൽസിൽ നടന്ന കോൺഗ്രസ് ഓഫ് ഓപ്പറേറ്റ്സ് നാഷണാലിറ്റീസ് സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഇവരിൽ ആരാണ്? ഓപ്ഷൻസ്: മഹാത്മാഗാന്ധി, രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു. ശരി ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. 1927 ബ്രസൽസിൽ നടന്ന കോൺഗ്രസ് ഓഫ് ഓപ്പറേറ്റ്സ് നാഷണാലിറ്റീസ് സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ പേയ്മെന്റ് സാങ്കേതിക സംവിധാനത്തിൽ തയ്യാറാക്കിയ ജയ്വാൻ ഏതു രാജ്യത്തിന്റെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനമാണ്? ഓപ്ഷൻസ്: നൈജീരിയ, ഫിജി, UAE, മലേഷ്യ. ശരി ഉത്തരം UAE. ഇന്ത്യൻ പേയ്മെന്റ് സാങ്കേതിക സംവിധാനത്തിൽ തയ്യാറാക്കിയ ജയ്വാൻ UAEയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ച കാട്ടൂർ കടവ് എന്ന നോവൽ രചിച്ചതാരാണ്? ഓപ്ഷൻസ്: സുസ്മേഷ് ചന്ദ്രോത്ത്, അശോകൻ ചെരുവിൽ, VJ ജെയിംസ്, S ഹരീഷ്. ശരി ഉത്തരം അശോകൻ ചെരുവിലാണ്. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ച കാട്ടൂർ കടവ് എന്ന നോവൽ രചിച്ചതാരാണ്? അശോകൻ ചെരുവിൽ. അടുത്ത ക്വസ്റ്റ്യൻ: 2023 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലും
സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം എത്ര ശതമാനമാണ്? ഓപ്ഷൻസ് 50%, 30%, 33%, 25%. ശരി ഉത്തരം 33%. 2023 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ പ്രകാരം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം 33%. അടുത്ത ക്വസ്റ്റ്യൻ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏത്? ഓപ്ഷൻസ് ഔധ്, സത്താറ, ഝാൻസി, സംബൽപൂർ. ശരി ഉത്തരം സത്താറയാണ്. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ വൈദ്യുതി വിതരണം സ്വന്തമായി നടത്തുന്ന ഏക കോർപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻസ് തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ. ശരി ഉത്തരം തൃശൂരാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം സ്വന്തമായി നടത്തുന്ന ഏക കോർപ്പറേഷനാണ് തൃശൂർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവയിൽ ഏത് പ്രസ്ഥാനമാണ് ജ്യോതിറാവു ഫുലെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്? ഓപ്ഷൻസ് ദേവസമാജ്, പ്രാർത്ഥനാ സമാജ്, സത്യശോധക സമാജ്, പൂനെ സാർവജനിക് സഭ. ശരി ഉത്തരം സത്യശോധക സമാജ്. സത്യശോധക സമാജാണ് ജ്യോതിറാവു ഫുലെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭാനു സിംഹൻ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ഓപ്ഷൻസ് പ്രേംചന്ദ്, രബീന്ദ്രനാഥ ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, സുബ്രഹ്മണ്യ ഭാരതി. ശരി ഉത്തരം രബീന്ദ്രനാഥ ടാഗോർ. ഭാനു സിംഹൻ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര മന്ത്രിസഭയിൽ വാണിജ്യ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഓപ്ഷൻസ് പീയൂഷ് ഗോയൽ, നിതിൻ ഗഡ്കരി, ധർമ്മേന്ദ്ര പ്രധാൻ, കിരൺ റിജു. ശരി ഉത്തരം പീയൂഷ് ഗോയലാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ വാണിജ്യ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമായ ആദ്യ വിദേശ രാജ്യം? ഓപ്ഷൻസ് ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ, മൗറീഷ്യസ്. ശരി ഉത്തരം മൗറീഷ്യസ് ആണ്. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമായ ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. അടുത്ത ചോദ്യം. ഇവയിൽ ഏത് കോട്ടയാണ് കേരളത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് സെന്റ് ആഞ്ചലോ കോട്ട, വട്ടക്കോട്ട, മാനുവൽ കോട്ട, ചാലിയം കോട്ട. ശരി ഉത്തരം വട്ടക്കോട്ടയാണ്. വട്ടക്കോട്ടയാണ് തന്നിരിക്കുന്നതിൽ കേരളത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നത്. വട്ടക്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. മാനുവൽ കോട്ട എറണാകുളത്താണ്. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരേണം എന്ന വരികളുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്? ഓപ്ഷൻസ് അനുകമ്പ ദശകം, ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവ ദശകം. ശരിയുത്തരം അനുകമ്പ ദശകമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകത്തിലെ വരികളാണ് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരേണം. അടുത്ത ക്വസ്റ്റ്യൻ.
മഹാത്മാഗാന്ധിയെ ഏറെ സ്വാധീനിച്ച അൺടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻസ്: റൊമെയ്ൻ റോളണ്ട്, ലിയോ ടോൾസ്റ്റോയി, ജോൺ റസ്കിൻ, ലൂയിസ് ഫിഷർ. ശരിയുത്തരം ജോൺ റസ്കിനാണ്. മഹാത്മാഗാന്ധിയെ ഏറെ സ്വാധീനിച്ച അൺടു ദി ലാസ്റ്റ് എന്ന കൃതി രചിച്ചതാരാണ്? ജോൺ റസ്കിൻ. അടുത്ത ചോദ്യം: ഇവയിൽ ഇന്ത്യയിലെ മഹാരത്ന കമ്പനികളിൽ ഉൾപ്പെടാത്തതേത്? എ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ബി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഡി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ശരി ഉത്തരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ മഹാരത്ന കമ്പനികളിൽ ഉൾപ്പെടാത്തതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്.